ഭാഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് സത്യത്തെ നമ്മൾ അറിയാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ശ്രമിക്കുന്നുവോ അതിന്റെ ഗ്രഹണം, അതായത് കോഗ്നിഷൻ, അറിയാൻ ശ്രമിക്കുന്ന വ്യക്തിയുടെ ഗ്രാഹ്യശക്തി, പവർ ഓഫ് കോഗ്നിഷൻ ആൻഡ് പവർ ഓഫ് കോഗ്നിഷൻ, ഇത് തമ്മിലുള്ള ഒരു സംവാദത്തിൽ സംഭവിക്കുന്ന ഒരു പരസ്പര ലയനം, ഒരു ഏകത്വം. അങ്ങനെ പുതുതായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പുനർനവീകൃതമായ ഒരു പഴയ തേജസ്സിനെ പുനർനവീകരിക്കുക. അങ്ങനെ പ്രകാശിക്കുന്നത്, എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുകയാണ്, ഭാസിക്കുന്നതാണ് ഭാഷ്യം. അങ്ങനെ പ്രകാശിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാണ് ഭാഷ്യം. അതിൽ തീർച്ചയായും ആ വ്യക്തിയുടെ ആത്മാംശമുണ്ട്. ഒരു വ്യക്തി തന്റെ സംസ്കൃതിയുമായി നിരന്തരം അൺഎൻഡിങ് ആയിട്ട് നടത്തുന്ന സംവാദങ്ങൾ, ഡയലോഗ്സ് കൊണ്ട് ഇന്നത്തെ വർത്തമാനകാലത്തെ മുഖ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനും വരുന്ന കാലത്തെ ഭാവി തലമുറയിലെ മാനവരാശിക്ക് സുഖം ലഭിക്കാനും പുരുഷാർത്ഥങ്ങളെല്ലാം സാധിക്കാനുമുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക കൂടിയാണ് ഈ ഭാഷ്യങ്ങളിലൂടെ നിർവഹിക്കുന്നത്. ഒരു തരം പ്രകാശനാണത്. ഭൂതം ഭാവി എന്ന രണ്ട് മുറികളുടെ ഇടയിലെ നടുവിലെ ഇടനാഴിയിലോ അല്ലെങ്കിൽ വാതിൽപ്പടിയിലെ കൊളുത്തിവെച്ച ഒരു ദീപം പോലെ. ഇതിന് മാർഗദീപിക ന്യായം എന്നാണ് ശങ്കരഭാഷ്യത്തിൽ പറയണത്. അങ്ങനെ ഒരു മാർഗദീപിക ന്യായം, ഒരു മധ്യദീപിക, നടുവിൽ ഇരിക്കുന്ന ഒരു മാർഗം കാണിച്ചുകൊണ്ട് മധ്യത്തിലിരിക്കുന്ന മധ്യദീപിക ന്യായം ആണ് ഒരു ഭാഷ്യകാരൻ്റെത്. അത് വളരെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. എന്നാൽ വ്യാഖ്യാനം അങ്ങനെ ആവണമെന്നില്ല. വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ അത് വ്യാകരിച്ച് വിപുലമാക്കിയിട്ട്, വ്യാകരിച്ച് വിപുലാക്കുക, അങ്ങനെ വിപുലമായിട്ട് ആഖ്യാനം ചെയ്യുക. ഓൾറെഡി ഉള്ള ഒന്നിനെ വ്യാകരിച്ച് വിപുലമാക്കി ആഖ്യാനം ചെയ്യുക എന്നുള്ള അർത്ഥമുള്ളൂ. അതിലൊരു ഒറിജിനാലിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതിലൊരു പുനർപ്രകാശനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതൊരു അടുത്ത തലമുറയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനോ അല്ലെങ്കിൽ പുരുഷാർത്ഥങ്ങൾ നേടാനോ ഉള്ള ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരന്മാർ കുറവും വ്യാഖ്യാനകാരന്മാർ ധാരാളമായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഭാഷയുടെ പുറന്തോടിലുള്ള പുറം പ്രതലത്തിലുള്ള സാധനങ്ങളെ അല്ല, ആഴത്തിൽ ചുഴിഞ്ഞിറങ്ങി അതിന്റെ അന്ധകരണത്തിലുള്ള സാരാംശത്തെ വെളിപ്പെടുത്തുന്നതാണ് ഭാഷ്യം. അത് അവനവന്റെ മനസ്സിലുള്ള അന്ധകരണത്തിലുള്ളതിനെയാണ് വെളിപ്പെടുത്തുന്നുള്ളത്. അത് എപ്പോഴും ഒറിജിനൽ ആയിരിക്കും. ഈ നൂറ്റാണ്ടിന് വേണ്ട കാര്യങ്ങളാണ് ഈ നൂറ്റാണ്ടിലെ ഒരു ഭാഷ്യകാരൻ പറയുക. ഇതിന് അങ്ങോട്ട് വരുന്ന നൂറ്റാണ്ടിന് വേണ്ടതാണ് പറയുക. പിന്നിലേക്കുള്ളത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കില്ല. അതുകൊണ്ടാണ് ശങ്കരൻ പ്രധാനിയായത്. 8ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 5 മുതൽ 8 നൂറ്റാണ്ട് വരെയുള്ള ആ കാലഘട്ടത്തിലെ ആരും ചെയ്യാത്ത മാതിരി ഒറിജിനലായിട്ട് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം ഭാഷ്യകാരനായത്. അതുപോലെ ഒരാൾ ഉണ്ടായില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മുടെ ദാരിദ്ര്യമാണ്, വേറെ ഒന്നും അതിനർത്ഥമില്ല. ഇവിടെ ഇപ്പൊ എല്ലാവരും സംസാരിച്ചതിലെ വിഷയത്തിനോട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് ജസ്റ്റ് സമ്മപ്പ് ചെയ്യാണ്. കാലം മുതൽ സ്മൃതികാലം വരെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രൊഫസർ ES ദേവകിയുടെ അഭിപ്രായത്തിൽ അവർ പറഞ്ഞത്. സ്മൃതികാലം മുതലാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ പുരുഷന്മാർക്ക് കൂടുതൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ഇതുണ്ടായത്. അതിന്റെ കാരണങ്ങളാണ് അവർ പറഞ്ഞത്. പ്രൊഫസർ ശാന്തകുമാരി ആണെങ്കിൽ പണ്ടത്തെ പുരുഷന്മാർ വളരെ അഹങ്കാരികളായിരുന്നു, അടിച്ചമർത്തിക്കൊണ്ടിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. രാധാകൃഷ്ണ മാഷ് ഒരു കവിത വ്യാഖ്യാനിക്കുന്ന ലാഘവത്തിൽ കൂടെ ഒരു വേദാന്തം പറയാൻ സാധിക്കില്ല എന്നുള്ളൊരു സത്യം എടുത്തു പറഞ്ഞു. ധ്യാനത്തിൽ കൂടെ അതിൻ്റെ ഒരു സത്ത കണ്ടെത്തുക, വളരെ കാലങ്ങളുടെ പ്രയത്നം കൊണ്ട് മാത്രമേ അത് സാധിക്കുള്ളൂ. അതിന് ആത്മസമർപ്പണം, മനസ്സും ശരീരവും വ്യക്തിത്വം മുഴുവൻ സമർപ്പിക്കണം, ഒരു സന്യസ്തമായ മനസ്സിനെ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് സ്ത്രീയോ പുരുഷനോ എന്നുള്ളതിലൊന്നും പ്രശ്നമില്ല, സന്യസ്തമായ മനസ്സ് വേണം, ഇതിനുള്ളൊരു സമർപ്പണം വേണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ വളരെ സുചിന്തിതമായ ഒരഭിപ്രായം. അവിടെ ലിംഗവിവക്ഷയൊന്നും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരാംശം. പിന്നെ ഇവിടെ ഇപ്പം ഞാനൊരു പ്രത്യേക ഡോക്ടർ ലക്ഷ്മികുമാരി പറഞ്ഞതിലെ ഡിസ്ട്രാക്ഷൻസ്, ലൗകികമായ ഡിസ്ട്രാക്ഷൻ ഉള്ളവർക്ക്, ഏകദേശം രാധാകൃഷ്ണ മാഷ് പറഞ്ഞതിൻ്റെ അത് തന്നെ വേറൊരു രീതിയിൽ ലൗകികമായ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ ഇത് സാധിക്കില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ലക്ഷ്മികുമാരിയും പറഞ്ഞത്.
പിന്നെ വേറെ ഒന്ന് പറഞ്ഞത്, ഇപ്പൊ ഗാർഗിയുടെ പോലത്തെയൊക്കെയുള്ള ഒരു മനസ്സ്, ജിജ്ഞാസയോടുകൂടി ക്വസ്റ്റ്യനിങ് ചെയ്യുന്ന, ചോദ്യം ചോദിക്കുന്ന ഒരു മനസ്സ്, ആ വ്യക്തി മനസ്സിന്റെ വികാസമാണ്, എക്സ്പാൻഷൻ ഓഫ് മൈൻഡ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ആണ് വാസ്തവത്തിൽ ഇത് എന്ന് പറയണ്ടായി. ഞാനിവിടെ ഒരു പ്രത്യേകത എടുത്തു പറയുന്നത്, ഇപ്പൊ ഈ സംസാരിച്ച എല്ലാവരും തന്നെ ഇതിന്റെ വിഷയം വാസ്തവത്തിൽ ഭാഷ്യരചനയിൽ സ്ത്രീ പങ്കാളിത്തം എന്നുള്ള വാക്കിനെ എല്ലാവരും സ്ത്രീ പുരുഷൻ എന്നുള്ള ഇതിന് ലിംഗാടിസ്ഥാനത്തിലുള്ള ഒരു നിർവചനമാണ് ഇപ്പറഞ്ഞ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ചത്. വാസ്തവത്തിൽ അത് ശരിയാണോ എന്നുള്ളതാണ് സംശയം. പ്രോബബ്ലി എക്സെപ്റ്റ് രാധാകൃഷ്ണൻ മാഷ് ഒഴികെ. രാധാകൃഷ്ണൻ മാഷ് ലിംഗഭേദമില്ലാത്ത ഒരു മനസ്സിനെ കുറിച്ച് പറയുണ്ടായി. അപ്പോൾ എന്താണ് വാസ്തവത്തിൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ? പുരുഷവിശേഷം എന്നുള്ളതിനെ യോഗസൂത്രത്തിൽ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്? സദാ മുക്തനായ ഈശ്വരനിൽ മാത്രമാണ് ശാസ്ത്രജ്ഞാനം ഇരിക്കുന്നത്. അത് ഒരു ത്രികാലത്തിലും വ്യവച്ഛേദിക്കപ്പെടാത്തതാണ്. ആ ജ്ഞാനം കാഷ്ടാപ്രാപ്തിയിലായ ആള് മാത്രമാണ് സർവജ്ഞൻ. അങ്ങനെയുള്ള സർവജ്ഞനെയാണ് പുരുഷൻ, അതാ പുരുഷവിശേഷം, ഈശ്വരൻ എന്ന പുരുഷവിശേഷമായിട്ട് പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ പുരുഷന്റെ നിർവചനം എന്നുള്ളത് വാസ്തവത്തിൽ സർവജ്ഞത്വം എന്നുള്ളത് തന്നെയാണ്. സർവജ്ഞത്വം എന്നുള്ളതിന് വ്യാസഭാഷ്യം സർവഭൗമത്വം, എല്ലാ ജ്ഞാനത്തിലും സർവഭൗമനായിരിക്കുന്ന ആ സർവജ്ഞ പുരുഷനെ മാത്രമേ, അത് മാത്രമേ ഈശ്വരത്വം ഉള്ള വ്യക്തി ഉള്ളൂ. ആ വ്യക്തി മാത്രമാണ് പുരുഷൻ എന്ന് പറയുമ്പോൾ ലോകത്തിൽ ആരാണ് അങ്ങനെയുള്ള പുരുഷൻ എന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ ഈ ലിംഗഭേദം വെച്ച് പറയുന്ന പുരുഷന്മാരൊക്കെ സ്ത്രീകളാണ്. അപ്പൊ പിന്നെ സ്ത്രീ പ്രജ്ഞ ഏത് എന്ന് ചോദിച്ചാൽ എന്താർത്ഥം? അത് ശങ്കരന്റെ ഭാഷ്യത്തിലേക്ക് തന്നെ നമ്മൾ മടങ്ങണം. സ്ത്രീ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ലൗകികമായ കാര്യങ്ങളിൽ, ഗാർഹികമായ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരൊക്കെ സ്ത്രീ പ്രജ്ഞക്കാരാണ്. അപ്പൊ നിങ്ങളിവിടെ സ്ത്രീ പുരുഷൻ എന്ന് വ്യവച്ഛേദിക്കുന്ന അർത്ഥത്തിലല്ല സ്ത്രീയും പുരുഷനും വ്യവച്ഛേദിക്കപ്പെട്ടിരിക്കുന്നത്. സ്ത്രീ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ സ്വന്തം വീട്ടിന്റെ ലൗകികമായ ചുമരിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഭൗതികമായ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടോ അവരൊക്കെ സ്ത്രീ പ്രജ്ഞ ഉള്ളവരാണ്. അതിനെ വിട്ടിട്ട് ബ്രഹ്മജിജ്ഞാസ ഉദിച്ചവരൊക്കെ സർവജ്ഞ സ്ഥിതിയിലേക്ക് പോകുന്നവരും അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവരും അവിടെ എത്തിയവരും ഒക്കെ ആയിട്ടുള്ള ബ്രഹ്മവാദികളും ബ്രഹ്മചാരികളും ബ്രഹ്മജ്ഞന്മാരും ഒക്കെയാണ്. അപ്പൊ ഇതിനൊരു വഴിയുണ്ട്. ആദ്യം ന്യായം, അതിനൊരു ലോജിക്ക് നമുക്ക് അറിയണം. പിന്നെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ്, വൈശേഷികം, പ്രപഞ്ച സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ പ്രപഞ്ചങ്ങളെക്കുറിച്ചുള്ള അറിവ് വേണം. പിന്നെ ആത്മജ്ഞാനം, അത് സാഖ്യമാണ്, സാഖ്യജ്ഞാനം വേണം. പിന്നീട് ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ നേടാനുള്ള മാർഗം, യോഗമാർഗം എന്താണെന്നുള്ള അന്വേഷിച്ചു കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഉള്ളിലെ ഒരു ധർമ്മജിജ്ഞാസ, അതാണ് പൂർവ്വമീമാംസ എന്ന് പറയുന്നത്. ധർമ്മജിജ്ഞാസ ഉദിച്ചു കഴിഞ്ഞാലേ പിന്നെ വരുന്നതാണ് ബ്രഹ്മജിജ്ഞാസ. അതായത് പൂർവ്വമീമാംസ കഴിഞ്ഞ് ഉത്തരമീമാംസ. അപ്പൊ ഷഡ്ദർശനങ്ങളും അറിഞ്ഞ ഒരാളാണ് അവസാനം വേദാന്തത്തിൽ എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ ഭാഷ്യം രചിക്കുന്നതും ഒക്കെ. അപ്പൊ അധികാരം എന്താണ് എന്ന് കൃഷ്ണകുമാറും ഹരിദാസും ഒക്കെ ചോദിച്ച, ഹരികൃഷ്ണ ഹരിദാസും ഒക്കെ ചോദിച്ചാൽ അധികാരം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഒരു പ്രജ്ഞ ഉണർന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ബ്രഹ്മജിജ്ഞാസ ഉണ്ടോ? ബ്രഹ്മജിജ്ഞാസ ഉണ്ടെങ്കിൽ സന്യസ്തമായ മനസ്സുള്ള ഏത് വ്യക്തിക്കും എഴുതാം എന്നുള്ളതാണ് അധികാരം. അപ്പൊ ഗൃഹസ്ഥൻ എഴുതാമോ? മണ്ഡനമിശ്രൻ ഗൃഹസ്ഥനായിരുന്നില്ലേ? സ്ത്രീക്ക് വിവരം ഉണ്ടാവാൻ പാടുമോ? മണ്ഡനമിശ്രനും ശങ്കരാചാര്യരും കൂടി വേദാന്ത ചർച്ച നടത്തുക മോഡറേറ്ററായിട്ടിരിക്കാൻ ഉഭയഭാരതിക്ക് സാധിച്ചാൽ സ്ത്രീ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അന്ന് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല 8-ാം നൂറ്റാണ്ട് വരെ സ്ത്രീക്ക്. അപ്പൊ സ്ത്രീ പ്രജ്ഞ എന്ന് പറയുന്നത് ലൗകിക കാര്യങ്ങളിൽ മാത്രം ഇൻട്രസ്റ്റ് ഉള്ളവരും, പുരുഷൻ എന്ന് പറയുന്നത് സർവജ്ഞൻ, ജ്ഞാനം കാഷ്ടാപ്രാപ്തിയിലെത്തിയ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള സർവജ്ഞൻ എന്നുള്ള അർത്ഥമാണ് ശരിക്കുള്ളത്. അപ്പൊ പുരുഷനാകെ ഒന്നേ ഉള്ളൂ, അത് ഈ സർവജ്ഞ പുരുഷനാണ്. അതിനോടടുത്തേക്ക് ചെല്ലുന്നതൊക്കെ ഭാഷ്യകാരന്മാരൊക്കെ ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ആ അർത്ഥത്തിൽ നോക്കിയാൽ വാസ്തവത്തിൽ ഇപ്പൊ അപ്പൊ എന്താ സാങ്കത്യം ഈ ചോദിച്ച ചോദ്യത്തിന് ഇതിന്റെ ഹെഡിങ് കൊടുത്തതിന്? അതായത് സ്ത്രീ പങ്കാളിത്തം എന്തെന്ന് ചോദിച്ചാൽ സ്ത്രീ പങ്കാളിത്തം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പുരുഷ പങ്കാളിത്തവും ഇല്ല എന്നാണ്. ശങ്കരൻ ഒരാൾ മാത്രമേ അങ്ങനെ എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശങ്കരൻ മാത്രമേ സർവജ്ഞനുള്ളൂ എന്നാണ്. ഒരാൾ എഴുതി, അത് എഴുതാൻ ഒരാൾക്ക് തോന്നി, അയാൾ അതിനുവേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ ആള് സർവജ്ഞ പുരുഷന്റെ അടുത്തേക്ക് എത്തിയെന്നോ അല്ലെങ്കിൽ സർവജ്ഞ പുരുഷൻ തന്നെ ആയിരുന്നോ എന്നുള്ള അർത്ഥമാണ് വരിക.
അപ്പൊ ആള് പുരുഷത്വമായി, പിന്നെ ആൾക്ക് സ്ത്രീത്വം ഇല്ല, പിന്നെ സ്ത്രൈണമായ കാര്യങ്ങളൊന്നുമില്ല, വീട്ടിലെ ചോറും കറിയും വെക്കലും അതും ഇതൊന്നും അവർക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. ഏതായാലും കുട്ടികളുടെ നല്ല ലൈവ്ലി ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. ഹരികൃഷ്ണൻ വേറൊരു കാര്യം പറഞ്ഞു, നമ്മളെ പ്രാരബ്ധ കർമ്മത്തിനെ പറ്റിയിട്ട്. എനിക്കതൊരു പ്രാരബ്ധ കർമ്മമായി തോന്നില്ല, ഞാൻ അപ്പം തന്നെ ആൻസർ ചെയ്യും ചെയ്തു. അത് എനിക്കൊരു ആനന്ദമായിട്ടാണ് ഞാനിത് എല്ലാം അനുഭവപ്പെടുന്നത്. എനിക്ക് കർമ്മം ഒരു പ്രാരബ്ധമായിട്ട് തോന്നുന്നില്ല. അതിന്റെ കാരണം ഞാൻ യോഗ സൂത്രത്തിൽ നിന്ന് തന്നെ പറയാം. സതു ദീർഘകാല നൈരന്തര്യ സൽക്കാര സേവിതോ ദൃഢഭൂമി. വളരെ കാലം, ദീർഘകാലം നിരന്തരമായിട്ട് തപസ്സും ബ്രഹ്മചര്യവും ഒക്കെ വിദ്യാശ്രദ്ധകളോട് കൂടിയിട്ട് നമ്മൾ ആചരിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് കർമ്മ സംസ്കാരങ്ങളൊന്നും പുതുതായിട്ട് ഉത്ഥാനം ചെയ്യൂല. പഴയ കർമ്മബന്ധങ്ങളൊക്കെ നമ്മ വിട്ടു പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ദൃഢഭൂമിയിൽ എത്തിക്കഴിഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രാരാബ്ധകർമ്മം ഇല്ല. സമാധി സുഖം അറിഞ്ഞു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് പ്രാരാബ്ധകർമ്മത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കാത്ത രീതിയിൽ നിരന്തരമായിട്ട് അതിൽ തന്നെ ഇൻവോൾവ് ചെയ്യുമ്പോൾ ചെറിയ കാലം കൊണ്ട് പറ്റില്ല, അത് വളരെ കാലം കൊണ്ട് സാധിക്കുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ കർമ്മബന്ധങ്ങളില്ല എന്നുള്ളതാണ്. ഇതിന് സമാധി വേഗം കിട്ടാനുള്ള ഒരു ഉപായമായിട്ടാണ് യോഗത്തിൽ ഈശ്വര പ്രണിധാനം പറഞ്ഞിരിക്കുന്നത്. അതായത് മനസാ വാച കർമ്മണ സർവസമർപ്പണം. അത് ആരില്ല ചെയ്യുന്നത്? സദാമുക്തനായ ഈശ്വരനിലാണ്. കാരണം സദാമുക്തനായ ഈശ്വരനിലാണ് ശാസ്ത്രജ്ഞാനം ഇരിക്കുന്നത്. അത് ത്രികാലത്താലും വിച്ഛേദിക്കപ്പെടുന്നില്ല. അതാണ് പുരുഷൻ എന്ന് പറയുന്നത്. ഈശ്വരനാണ് പുരുഷൻ. അപ്പൊ ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത് സർവജ്ഞനായ ഒരേ ഒരു ഏക പുരുഷനിൽ നമ്മൾ സർവവും സമർപ്പിച്ച് അതിൽ മാത്രം താല്പര്യത്തോടെ ഇരിക്കുമ്പോ നമുക്ക് പിന്നെ വേറൊന്നും, ഒരു ബന്ധനവും ഇല്ല, പിന്നെ ഒരു പ്രാരബ്ധവും ഇല്ല, പിന്നെ നമുക്ക് പിന്നെ സന്യസ്ത മനസ്സ് തന്നെയാണ്. നമുക്ക് പിന്നെ നമ്മൾ പുരുഷനായി കഴിഞ്ഞു, നമ്മൾ ആ പുരുഷനോടാണ് ഐക്യം പ്രാപിക്കുന്നത്. സ്ത്രൈണമായ ഒന്നും നമുക്കില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ എന്താ പറയുക, ഒരു എല്ലാം കൂടിയുള്ള ഒരു നട്ട് ഷെല്ലിൽ ഒതുക്കിയത്.